സ്നേഹിക്കുന്നവരൊക്കെ എന്താ അമ്മ ഇങ്ങനെ? നല്ലവനാണെന്ന് കരുതി ഹൃദയത്തോട് ചേർത്ത് നിർത്തിയതാ ഞാൻ അവനെ. എന്നിട്ട് ഒരു നിമിഷം കൊണ്ടാണല്ലോ അവന്റെ സ്വഭാവം മാറിയത്. മനസ്സ് വേദനിക്കുന്നു. ആ നേരത്തൊക്കെ അമ്മ എത്തും. ഇപ്പോഴത്തെ മോളുടെ നൊമ്പരവും എന്തുകൊണ്ടാണെന്ന് അമ്മയ്ക്ക് അറിയാമോളെ. നമ്മുടെ മുന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നവരൊന്നും നല്ലവരാണെന്ന് നമ്മൾ കരുതരുത് മോളെ. എന്നാൽ നന്മ ആവശ്യത്തിലധികമുള്ള ഒരാള് മോൾക്കൊപ്പമുണ്ട്. മോളുടെ കഴുത്തില് താലി കെട്ടിയ ആള്. അതറിയാം അമ്മേ. ആ വിശ്വാസം ഓരോ ദിവസം കഴിയും തോറും കൂടിക്കൂടി വരിക. അതിനിയും കൂടും മോളെ. ആ മോൻ അത്രയ്ക്ക് നല്ലവനാ. കഴിഞ്ഞ ജന്മത്തില് കൃഷ്ണനും രാധയും പോലെ ജീവിച്ചവരാ നിങ്ങള് രണ്ടാളും. അതുകൊണ്ടാണ് ഈ ജന്മം ആ മോനും മോൾക്കും ഒന്നിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് മോളുടെ മനസ്സ് പതറില്ല. അതറിയാതെ മോളെ ചതിക്കാൻ വരുന്നവർക്കൊക്കെ അബദ്ധം പറ്റത്തേയുള്ളൂ. അമ്മേ, കാണുമ്പോഴൊക്കെ ചോദിക്കണമെന്ന് കരുതും. അമ്മയുടെ വീട് എവിടെയാ? എനിക്കങ്ങനെ പ്രത്യേകിച്ച് വീടും കൂടും ഒന്നും ഇല്ല മോളെ. ഇപ്പൊ മോളെ എന്നെ പറ്റിയല്ല അറിയേണ്ടത്, മോൾക്ക് ചുറ്റിനുമുള്ളവരെ പറ്റിയാ. ആർക്കാ ഇപ്പൊ കുടുംബത്തിലൊരു അപകടം ഉണ്ടായത്? എന്താമ്മേ? ചോദിച്ചതിന് സമാധാനം പറ മോളെ. കുടുംബത്ത് ആർക്കോ ഒരാൾക്ക് അപകടം ഉണ്ടായില്ലേ? ഉണ്ടായി അമ്മ. എന്റെ കണ്ണേട്ടന് വരേണ്ട അപകടം ഒഴിഞ്ഞു മാറിപ്പോയതാ. പക്ഷേ അപകടത്തിൽപ്പെട്ടത് കണ്ണേട്ടന്റെ അമ്മാവന്റെ മോനാ. അതെ, അവന് അപകടത്തിൽപ്പെട്ടതല്ല, അവനെ പെടുത്തിയതാ. ആര്? അമ്മ എന്തായി പറയുന്നേ? അമ്മ ഒരിക്കലും വെറും വാക്ക് പറയാറില്ല മോളെ. മോളുടെ ഭർത്താവിന് പകരം അപകടത്തിൽപ്പെട്ടവൻ ഇതിലും വലിയ അപകടകാരിയാണ്. അവനെ സൂക്ഷിക്കണം കേട്ടോ.